Hello friends, it's me Arya here. Welcome back to Steroids. So let's move on to second part of monosaccharides. കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിന്റെയും സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹവർത്ത് പ്രൊജക്ഷൻ ഫോർമുലയും ഫിഷേഴ്സ് പ്രൊജക്ഷൻ ഫോർമുലയും എന്താണെന്ന് മനസ്സിലാക്കി. സോ ഇന്ന് മോണോസാക്രൈഡ്സിൽ C6H12O6 എംപെരിക്കൽ ഫോർമുല വരുന്ന 2 എക്സാമ്പിൾസ് കൂടെ ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് സീ വാട്ട് ഈസ് ഗാലക്ടോസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മിൽക്ക് ഷുഗർ ആസ് വെൽ ആസ് ബ്രെയിൻ ഷുഗർ. വൈ? ഗ്രീക്കിൽ ഗാലക്ടോസ് എന്ന് പറഞ്ഞാൽ ഓഫ് മിൽക്ക് എന്നാണ് മീൻ ചെയ്യുന്നത്. Similarly, lactose, which is a disaccharide, is also known as milk sugar because രണ്ട് ടേംസിന്റെയും റൂട്ട് മീനിങ് ഇസ് മിൽക്ക് ഷുഗർ. കൂടാതെ നെർവ് ടിഷ്യൂലൊക്കെ കാണപ്പെടുന്ന ഗ്ലൈക്കോപ്രോട്ടീനിന്റെ വൺ ഓഫ് ദ കമ്പോണന്റ് ആണ് ഗാലക്ടോസ്. സോ ബ്രെയിൻ ഷുഗർ എന്നും വിളിക്കുന്നുണ്ട്. ഇതൊരു ആൽഡോ ഹെക്സോസ് ആണ്, വിച്ച് മീൻസ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഹെക്സോസ് ഷുഗർ ആണ്. ഓൾസോ ഇറ്റ് ഈസ് എ C4 എപ്പിമർ ഓഫ് ഗ്ലൂക്കോസ്. എപ്പിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടൈപ്പ് സ്റ്റീരിയോ ഐസോമർ ആണ്. ഗ്ലൂക്കോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരൊറ്റ പൊസിഷനിലെ HOH ഓറിയന്റേഷനിൽ ആണ് ചേഞ്ച് കാണിക്കുന്നത്. ഇതും ഓപ്പൺ ചെയിൻ ആയിട്ടും സൈക്ലിക് ആയിട്ടും കാണാം. 4 സൈക്ലിക് ഐസോമേഴ്സിൽ 2 എണ്ണം പൈറനോസ് റിംഗ് ഫോമിലും 2 എണ്ണം ഫ്യൂറനോസ് റിംഗ് ഫോമിലുമാണ് ഇരിക്കുന്നത്. ഗാലക്ടോഫ്യൂറനോസ് മെയിൻലി ബാക്ടീരിയ, ഫംഗൈ ആൻഡ് പ്രോട്ടോസോയിലൊക്കെയാണ് കാണുന്നത്. ഗാലക്ടോസ് നമുക്ക് ഡയറി പ്രൊഡക്ട്സ്, അവക്കാഡോസ്, ഷുഗർ ബീറ്റ്സ് ഇതിൽ നിന്നൊക്കെ കിട്ടും. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഗാലക്ടോസിന്റെ സ്ട്രക്ചർ ആണ്. ഫസ്റ്റ് സ്ട്രെയിറ്റ് ചെയിൻ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി മച്ച് സിമിലർ ടു ഗ്ലൂക്കോസ്. സോ 4th പൊസിഷനിലെ HOHന്റെ ഓറിയന്റേഷനിൽ മാത്രമാണ് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചറിൽ നിന്നും ഡിഫറൻസ് കാണിക്കുന്നത്. ഇത് ഗാലക്ടോസിന്റെ 4 സൈക്ലിക് ഐസോമേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് 2 ഇസ് ഗാലക്ടോപൈറനോസ്, 1 ഇസ് ആൽഫ ആൻഡ് ദ അതർ 1 ഇസ് ബീറ്റ. താഴെയുള്ള 2 എണ്ണം ഫ്യൂറനോസ് ഫോമിലാണ്. ദാറ്റ് ഈസ് ആൽഫ ഡി ഗാലക്ടോഫ്യൂറനോസ് ആൻഡ് ബീറ്റ ഡി ഗാലക്ടോഫ്യൂറനോസ്. So that is all about galactose. ഇനി എന്താണ് മന്നോസ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ an aldohexose with same empirical formula. ഇത് ഗ്ലൂക്കോസിന്റെ C2 എപ്പിമർ ആണ്. അതായത് സെക്കൻഡ് പൊസിഷനിൽ മാത്രമാണ് HOHന്റെ ഓറിയന്റേഷനിൽ ചേഞ്ച് കാണിക്കുന്നത്. വെൻ കമ്പയർ ടു ഗ്ലൂക്കോസ്, മന്നോസിന്റെ റൂട്ട് എന്ന് പറയുന്നത് മന്ന എന്ന ടേമിൽ നിന്നാണ്. മന്ന എന്ന് പറയുന്നത് ഒരു ഫുഡാണ്. ദാറ്റ് ഈസ് സിനായ് റീജിയനിലെ ജേർണിയിൽ ഇസ്രായേലിറ്റ്സിന് സപ്ലൈ ചെയ്തിരുന്ന ഫുഡായിട്ടാണ് മന്ന എന്ന് ബൈബിളിൽ പറയപ്പെടുന്നത്. ഡിഫറെന്റ് ട്രീസും ഷ്രബ്സും ഒക്കെ മന്ന എന്ന ഒരു സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് മന്ന ട്രീ അല്ലെങ്കിൽ ഫ്രാക്സിനസ് ഓർണസ്. ഇതിൽ നിന്ന് അതിന്റെ സെക്രീഷൻ ആയ മനിറ്റോൾ ഐസൊലേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. മനിറ്റോൾ എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എ ഷുഗർ ആൽക്കഹോൾ വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം മന്നോസ്. ഇതൊരു എസെൻഷ്യൽ ന്യൂട്രിയന്റ് അല്ല, അതായത് നമ്മൾ ഫുഡിലൂടെ എടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ബോഡിയിൽ തന്നെ സിന്തസൈസ് ചെയ്യാം. വേർ ഗ്ലൂക്കോസ് ആക്ട് ആസ് ഇറ്റ്സ് പ്രിക്കഴ്സർ. അതുപോലെ ഗ്ലൂക്കോസ് ആയിട്ടും തിരിച്ച് കൺവേർട്ട് ചെയ്യാം ഇതിനെ. കോമൺലി 2 റിംഗ് സ്ട്രക്ചേഴ്സിലാണ് കാണുന്നത്. ദാറ്റ് ഈസ് പൈറനോസ് ആൻഡ് ഫ്യൂറനോസ് ഫോം. ഓൾസോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഹ്യൂമൻ മെറ്റബോളിസം. ചില പ്രോട്ടീൻസിന്റെ ഗ്ലൈക്കോസിലേഷനിൽ ഇവർക്ക് റോൾ ഉണ്ട്. ആപ്പിൾസ്, ക്രാൻബെറീസ്, പീച്ചസ് ഒക്കെ ഇതിന്റെ ഒരു ബെസ്റ്റ് സോഴ്സ് ആണ്. ഇനി സ്ട്രക്ചർ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ദ ഓൺലി ചേഞ്ച് വെൻ കമ്പയർ ടു ഗ്ലൂക്കോസ് ഇസ് അതിന്റെ സെക്കൻഡ് പൊസിഷൻ. ഹിയർ HOH ഇസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഓറിയന്റേഷൻ. ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് D ഫോം ആണ്, സെക്കൻഡ് ഇസ് L ഫോം. ദേ ആർ മിറർ ഇമേജസ് അല്ലെ. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഐസോമെറിസം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം വാട്ട് ഈസ് ഐസോമെറിസം എന്ന്. ആൻഡ് ഹിയർ ഇസ് ദ റിംഗ് സ്ട്രക്ചേഴ്സ്. ഫസ്റ്റ് പൈറനോസ് ഫോം ആണ് കാണിച്ചിട്ടുള്ളത്. വേർ C5ലെ OH റിയാക്ട് വിത്ത് ആൽഡിഹൈഡ് അറ്റ് C1 റിസൾട്ടിങ് പൈറനോസ് റിംഗ്. സെക്കൻഡ് ഫ്യൂറനോസ് ഫോം ആണ്.
ഇവിടെ C4ലെ OH C1ലെ ആൽഡിഹൈഡ് ആയിട്ട് റിയാക്ട് ചെയ്ത് മന്നോഫ്യൂറനോസ് ഫോം ചെയ്യുന്നുണ്ട്. സോ that is all about mannose. Hope it's clear. Any doubts, please do mention in the comment box. Friends, ഇന്നത്തെ വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. So it's me Arya signing off.